പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറുന്ന ഈ നല്ല പ്രഭാത സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ക്രൂശിലെ തിരുമൊഴികൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവത്തെ നൽകണം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വർത്തമാനം ശബ്ദ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്കൊപ്പമായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന മുഖാന്തരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാം ഇപ്പോൾ 5 മൊഴികൾ ശ്രവിച്ചു. 6ാമത്തെ മൊഴിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യരക്ഷ നിവർത്തിച്ച ദൈവിക സ്നേഹത്തെയാണ് ഈ മൊഴിയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം കാൽവറി ക്രൂശിൽ അവസാനിക്കുകയല്ലായിരുന്നു, മറിച്ച് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് തൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തം നിറവേറ്റുകയായിരുന്നു. അത് നിവർത്തിച്ചു കഴിഞ്ഞു എന്നാണ് താൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കാൽവറി ക്രൂശിൽ നിന്ന് യേശുനാഥൻ അരുളി ചെയ്ത 6ാമത്തെ തിരുമൊഴിയാണ് നാം ശ്രവിക്കുന്നത്. ഇവിടെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ, വിമോചനമില്ലാതെ, ന്യായപ്രമാണത്തിൻ്റെയും ദൈവിക പ്രവചനങ്ങളുടെയും നിവൃത്തിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് വെളിപ്പെടുത്തുന്നത്. ചുമതലകളും ഉത്തരവാദിത്തങ്ങളും സമ്പൂർണ്ണമായി നിറവേറ്റുന്നതിന് സമാപന സന്ദേശമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പാപമോചനത്തിനായിട്ട് പക്ഷിമൃഗാദികളുടെ രക്തം ഇനിയും ചൊരിയേണ്ട ആവശ്യമില്ല. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് സ്വന്തം രക്തത്താൽ തന്നെ ഒരുക്കിയിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അവിടെ ദരിദ്രനെന്നോ ധനികനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ വേർതിരിവുകളില്ലാത്ത ഒരു ക്രൈസ്തവ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാനും കാണുവാനും സാധിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും നാം കണ്ടതും അതുതന്നെയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ദൈവിക സ്നേഹം. അതുകൊണ്ടാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തിരിക്കുന്നത്. യേശു കർത്താവ് കുരിശിൽ തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിൽ സുഖമായി ജീവിക്കാനോ തല ചായ്ക്കാനോ ഇടമല്ലാത്ത ദൈവപുത്രൻ ക്രൂശിൽ തല ചായ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഉത്തരവാദിത്തം നിറഞ്ഞവരാണ്. വിശ്വസ്തയോടെ നിറവേറ്റുവാനായിട്ട് സാധ്യമായി തീരണം. നമ്മുടെ ഇടങ്ങളിൽ, നാം പോകുന്ന വഴികളിൽ ഒരു കർത്താവിൻ്റെ ഒരു സാക്ഷിയായി, ഒരു ദാസനായി, ദാസിയായി ആ ഉത്തരവാദിത്തം, ശുശ്രൂഷാ മനോഭാവത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ നമുക്കും സാധ്യമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ വിവിധങ്ങളായ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, പലരായ നാം ക്രിസ്തുവിൽ ഒരേ ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ ചെയ്തു തീർത്ത് നിത്യതയിൽ പ്രവേശിക്കാൻ ദൈവ കൃപയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. വി ആർ സെലിബ്രേറ്റിംഗ്. ഒരു മരണത്തെ കൊണ്ടാടുന്ന ഒരനുഭവം നമ്മുടെ ആരാധനയുടെ കമ്മ്യൂണിംഗ് സർവീസിൽ പട്ടക്കാരൻ ചൊല്ലുന്ന ഒരു ഭാഗമാണ്. നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു. ആ ദൈവികമാകുന്ന ആ മരണത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയെ കാണുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിൻ്റെ മൊഴികൾ നാം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ കർത്താവിൻ്റെ നല്ല ഒരു ഭടനായി, നല്ലൊരു ദാസനായി, ദാസിയായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഈ കാൽവറി ക്രൂശിലെ മൊഴികൾ നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ, അസ്വർഗീയമായ വരവിൽ നമുക്കും പങ്കാളികളാകുവാൻ ദൈവം സഹായിക്കട്ടെ. അവസരം നൽകിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്ന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.